കൊല്ലം നിലമേലിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയത് ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധ എന്നാണ് സംശയം. പ്ലാച്ചിയോട് കുന്നുവീട്ടിൽ റഷീദ ബീവിയും മരുമകൻ ഷാജിയുമാണ് മരിച്ചത്. ഇന്നലെ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട റഷീദയുടെ മകൾ സജിമോളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഹോട്ടലിൽ നിന്നും മീൻ വിഭവം കഴിച്ചതിന് പിന്നാലെ ശരീരം തളർന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. 6 പേര് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഏതോ ഒരു ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിച്ചത് കൊഞ്ച്, കണവാത്തോരൻ, മീൻമുട്ട. അത് കഴിഞ്ഞ് വന്ന വഴിക്ക് ഇവർ ഛർദ്ദിലും കാര്യങ്ങളൊക്കെ ആയി നിലവിലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേനും ഒരാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പറഞ്ഞു വിട്ട് അവർ രണ്ടുപേരും മരിച്ചു. ഇപ്പോൾ തള്ള ICUലാണെന്ന് പറയുന്നു. കൊച്ചുങ്ങൾക്ക് രണ്ടുപേരും കുഴപ്പമില്ല, കൂടെ പോയ ഒരാളിനും കുഴപ്പമില്ല. എത്തിയപ്പോൾ പുട്ട് കളിച്ച് കണവാത്തോരൻ മേടിച്ച്, മീൻ മുട്ട മേടിച്ച്, അപ്പം മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ വരുമ്പോൾ നെഞ്ച് വേദന എന്ന് പറഞ്ഞ് പിന്നെ വെള്ളം ചോദിച്ച്, വെള്ളം അപ്പം കടയില്ലായിരുന്നു. കുറേ നേരം വന്നപ്പോൾ കട്ടൻ ചായ മേടിച്ചു കൊടുത്ത്. പിന്നെ അവിടെ നിന്ന് മട്ട പുള്ളിക്കാരൻ സർത്തിച്ച്, അതായത് ഷാജിങ് ആള് സർത്തിച്ച്. അങ്ങനെ ആട്ടിയങ്ങാളിൽ 5 പയ്യന്മാരുണ്ട്. അത് നമ്മൾ എന്തൊരു പ്രശ്നം കാണി അവർ വന്ന് അങ്ങനെ നിലമേൽ വണ്ടി നമ്മൾ ആക്കിയതാണ്. ആരോപണത്തിന് പിന്നാലെ വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് പൊട്ടിച്ചു. ഉമേഷ് ബാലകൃഷ്ണനും മേഘന മുരളിയും ചേരുന്നു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തു നിന്നാണ് ചേരുന്നത്. ആദ്യം ഉമേഷിലേക്ക് പോകുന്നു. ഉമേഷ്, ഈ കൊല്ലം നിലമേലിലുണ്ടായ 2 മരണം, ഒന്നല്ല 2 മരണമുണ്ട്. ഒരാൾ ആശുപത്രിയിലുമാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടായത്. അത് ഭക്ഷ്യവിഷബാധ മരണം എന്ന് എപ്പോഴാണ് സ്ഥിരീകരണം ഉണ്ടാവുക ഉമേഷ്? ഇനി തുടർ നടപടികൾ സ്വീകരിക്കണം. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ ആന്തരികവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരെ കാക്കേണ്ടതുണ്ടെങ്കിൽ ആ നടപടിയിലേക്ക് കൂടി കടക്കണം. എന്നാൽ മാത്രമേ ഈ ഭക്ഷ്യവിഷബാധയാണ് ഇതിന് മരണകാരണം എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. അതുതന്നെയാണ് പോലീസ് നടപടികൾ വൈകിപ്പിക്കാനും കാരണം. നിലവിൽ പോലീസ് ഹോട്ടൽ പൂട്ടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്തി ഹോട്ടൽ പൂട്ടിക്കാൻ നിർദ്ദേശം നൽകി. ഇന്ന് പുലർച്ചെ 3 മണിവരെ ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ വിവരം ഹോട്ടൽ ജീവനക്കാർ അറിയുന്നത്. അതിന് പോലീസ് വന്ന് പറഞ്ഞ ശേഷമാണ് അറിയുന്നത്. അങ്ങനെയാണ് ഹോട്ടൽ പൂട്ടിച്ചത്. ഇനി ഈ കേസ് ഇപ്പോൾ നിലവിൽ മൊഴിയെടുത്തിരിക്കുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അത് നേരെ വിഴിഞ്ഞത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. വിഴിഞ്ഞത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഭക്ഷ്യവിഷബാധയാണ് എന്ന ഒരു സൂചനയിലേക്കെങ്കിലും എത്തണം. എന്തായാലും അതിൽ ഇതുവരെ അത്തരമൊരു സ്ഥിരീകരണം വിഴിഞ്ഞം പോലീസിന് ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ വിഴിഞ്ഞം പോലീസിന് അത്തരം സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞാൽ തുടർ നടപടിയിലേക്ക് കിടക്കും. അതായത് ഹോട്ടലിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കണം. സാമ്പിൾ ശേഖരിക്കുന്നതിനൊപ്പം CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കണം. ആ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അതുകൂടി വിലയിരുത്തിയ ശേഷം ഈ ഭക്ഷ്യവിഷബാധയാണെന്നുള്ള സ്ഥിരീകരണം വന്നാൽ മാത്രമേ തുടർ നടപടി, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആവശ്യമെങ്കിൽ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അതേസമയം നമ്മൾ ഈ ഹോട്ടലിന്റെ ഉടമയുമായി ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് പുലർച്ചെ 3 മണിവരെ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നു. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരും ആരോഗ്യ പ്രശ്നമുള്ളതായി പറഞ്ഞിട്ടില്ല. ഈ ഇത്തരത്തിൽ ഈ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. പക്ഷേ ഇതുവരെ ഒരാൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായി അറിയില്ല എന്നും ആണ് അദ്ദേഹം പറയുന്നത്. നിയമ നടപടികളുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഷ്മി, വിഴിഞ്ഞത്ത് നിന്നാണ് മേഘന മുരളി ചേരുന്നത്. മേഘന, നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഒരുപാട് പേർ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ വണ്ടി വിളിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നൊരു ഹോട്ടലാണെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ, എൻ്റെ ഒരു കണ്ടറിവിലെ മനസ്സിലാക്കൽ. ഹോട്ടൽ ഉടമയോടോ ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റിയോ? എന്താണ് ഉണ്ടായത് എന്നറിവുണ്ടോ മേഘന? ഹാഷ്മി, നിലമേൽ സ്വദേശികളായിട്ടുള്ള 2 പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത്. റഷീദ ബീവി അതുപോലെ തന്നെ മരുമകൻ ഷാജി എന്നിവരാണ്. അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് വിഴിഞ്ഞത്തെ ഈ പ്രധാനപ്പെട്ട ഹോട്ടലിൽ, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞത്തെ മത്സ്യവിഭവങ്ങൾ കിട്ടുന്ന പ്രധാനപ്പെട്ട ഹോട്ടൽ തന്നെയാണ് ഈ ആരോപണ വിധേയമായിട്ടുള്ളത്. ആ ഹോട്ടലിലേക്ക് എത്തുകയും അവിടെ നിന്ന് കൊഞ്ചടക്കമുള്ള മീൻ വിഭവങ്ങൾ കഴിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതിനുശേഷം അവർ നിലമേലിലേക്ക് തിരിച്ചുപോയി. ആ സമയത്താണ് ഈ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും പറയുന്നത്. ആദ്യം ദേഹാസ്വസ്ഥം ഉണ്ടാകുന്നത് ഉമ്മ റഷീദ ബീവിക്കാണ്. പെട്ടെന്ന് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് മരുമകൻ ഷാജിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ ഉമ്മ റഷീദ ബീവി ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ മരുമകൻ ഷാജി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് മരണം സ്ഥിരീകരിക്കുന്നത്. മകൾ സജിമോളെ ഇപ്പോൾ അല്പസമയം മുന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ഈ മകളുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമല്ല എന്നുള്ള കാര്യം കൂടി
കൂടി ആശുപത്രിയിൽ നിന്ന് അറിയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. കാരണം ഇതിൽ ഇവർ അലർജിയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയിരുന്ന ആളുകളാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പോലീസ് പരിശോധനകൾ അതുപോലെ തന്നെ രാസപരിശോധനാ ഫലം അടക്കം പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ കൂടെ കുടുംബമായിട്ടാണ് ഇവർ വിഴിഞ്ഞത്തെ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയത്. ഇതിൽ 4ാമതായിട്ടുള്ള കുട്ടിക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനുണ്ട്. എന്തായാലും ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഈ മീൻ വിഭവങ്ങൾ കഴിച്ച ശേഷം ഒരു തളർച്ചയുണ്ടായി അങ്ങനെ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അലർജിക്ക് ചികിത്സ എടുത്തിരുന്നെങ്കിൽ ഇവരും മരുമകൻ ഷാജിയും റഷീദയും ഒരുപോലെ അലർജിക്ക് ചികിത്സ എടുത്തിരുന്നവരാണെന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഉണ്ടാവും. ഹാഷ്മി, നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവർ രണ്ടുപേരും അലർജിക്ക് മരുന്ന് കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകളാണ് എന്നുള്ളതാണ്. ഇനി അത് തന്നെയാണോ അല്ല ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ സ്ഥിരീകരണമില്ല. അതിൽ രാസപരിശോധനാ ഫലവും അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ, അതുപോലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തേണ്ടത്. അത് പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇങ്ങനൊരു വസ്തുത കൂടി ഉണ്ട് എന്നുള്ള കാര്യം മാത്രമാണ്. മറിച്ച് ഇതിന് ഏതെങ്കിലും തരത്തിൽ ആ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഈ മീൻ വിഭവം കഴിച്ചത് മൂലമാണോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും കുടുംബം പറയുന്നത് കുടുംബമായി ഇവിടെ വിഴിഞ്ഞത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ആദ്യം ഈ ഉമ്മ റഷീദ ബീവിക്ക് ദേഹം തളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിനുശേഷമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. പുലർച്ചെ 3 മണിയാവുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇവർ അവസാനമായി കഴിച്ച ആഹാരം ഈ വിഴിഞ്ഞത്തെ ഹോട്ടലിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഭക്ഷ്യവിഷബാധ പോലെ തന്നെ ഛർദിയും വയറിളക്കവും തുടങ്ങിയ രോഗലക്ഷണങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഒരു ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ള കാര്യം സംശയിക്കാനുള്ള കാരണവും. ഇനി എന്തെങ്കിലും തരത്തിൽ ഇവരുടെ മുൻ അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഇതിനെ ബാധകമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഹോട്ടലിനെതിരെയാണ് വലിയ ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും അവർ അവസാനം ഭക്ഷണം കഴിച്ച അവിടെ നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ആരോപണം ഉണ്ടാവുന്നത്. ഭക്ഷ്യവിഷബാധ എന്ന ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഈ രാസപരിശോധന അല്ലെങ്കിൽ കെമിക്കൽ പരിശോധന അടക്കം ഇക്കാര്യത്തിൽ ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. എന്തായാലും ആ ഹോട്ടൽ പൂട്ടിച്ചിരിക്കുന്നു. അവസാനം ഭക്ഷണം കഴിച്ച അവർ അവിടെ നിന്നാണ്. കൊഞ്ചോ മീമോട്ടോ എന്നാണൊക്കെയാണ് അവിടുന്ന് കഴിച്ചത്. ഒരുപാട് പേർ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലാണ് വിഴിഞ്ഞത്തെ ഹോട്ടൽ. എന്താണ് ഉണ്ടായെന്ന് വ്യക്തത വരട്ടെ. പക്ഷേ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഭക്ഷ്യവിഷബാധയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളായി അത് കേൾക്കാതിരിക്കുകയായിരുന്നു. നേരത്തെ ഒരു പരമ്പര പോലെ കേൾക്കുകയും ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞ പരിശോധന എന്ന് പറയുന്ന ഇറങ്ങുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇനി അത് ഭക്ഷ്യവിഷബാധയാണോ മറ്റെന്തെങ്കിലും കാരണം അതിനുണ്ടോ എന്ന കാര്യം അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.